ഹലോ, അസ്സലാമു അലൈക്കും. എടാ, +1 അറബി പരീക്ഷയിൽ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതെങ്കിലും കവിതയുടെ 2 ലൈൻ തരും. അപ്പോൾ നിങ്ങൾക്ക് പരിചയം തന്നെ ഇല്ലാത്ത കവിതയുടെ ലൈനായിരിക്കും. നമ്മൾ പറയും ഇതിൽ ഫിക്റത്തുൽ മർക്കസിയ എഴുതാണ്ട, ഫിക്റത്തുൽ മർക്കസിയ. ചിലപ്പോൾ ഇതിന് പകരം ചോദിക്കൽ റിസാലത്തുൽ മർക്കസിയ എന്നായിരിക്കും കേട്ടോ. ചിലപ്പോൾ പറയും റിസാലത്തുൽ മർക്കസിയ എഴുതാൻ വേണ്ടി നമ്മോട് പറയും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ, അപ്പോൾ എന്താണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്? ഫിക്റത്തുൽ മർക്കസി ആണെങ്കിലും റിസാലത്തുൽ മർക്കസിയിൽ എഴുതേണ്ടത് അതിൻ്റെ ഉള്ളടക്കമാണ്, അതിൻ്റെ ആശയമാണ് എഴുതേണ്ടത്, ഉള്ളടക്കമാണ് എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹെഡിങ് കൊടുക്കണം. ഓക്കെ, ഒരു ബോക്സ് വരച്ച് എഴുതാൻ ശ്രമിക്കട്ടെ. പരമാവധി ഒരു ബോക്സ് വരച്ചിട്ട് എന്ത് ചെയ്യുക, എഴുതാൻ ശ്രമിക്കുക. ഉച്ചാരം നല്ല വൃത്തി ഉണ്ടാവും. ഓക്കെ, ബോക്സ് നിർബന്ധം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് തന്നെ ഹെഡിങ് കൊടുക്കുക അല്ലേ. അൽ ഫിക്റത്തു അൽ മർക്കസിയ അല്ലെ, ഫിക്റത്തുൽ മർക്കസിയ. ഓക്കെ, അപ്പോൾ ഈ കൊടുത്ത കവിതനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ തുടങ്ങാം അല്ലേ? ഹാദാ, ഇത്, സാദാ സത്തുറുൻ, ഈ വരി, സത്തുറുൻ ജമീലുൻ ജിദ്ദൻ. ഏത് കവിതയിലെ വരിയാണെങ്കിലും ഈ ലൈൻ ഉപയോഗിക്കാം. ഈ വധു വളരെ മനോഹരമായ വരിയാണ്. ഹാദാ, ഇത്, മിൻ മിൻ മൻലൂമത്തി അല്ലേ. ഇത് കവിത എന്നുള്ള, ഏത് കവിത എന്നുള്ള കവിതൻ്റെ പേര്. ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ കവിതൻ്റെ പേര് മനസ്സിലാക്കണമെങ്കിൽ ആ കവിതൻ്റെ പേരെടുത്ത് എഴുതാം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണ്ട, ഇത് എഴുതണ്ട അല്ലേ. ഇത് ഇന്ന കവിത എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇത് കം തെസ്തക്കി അല്ല, ഇത് ഹനി അല്ലക്കും എന്ന് പറഞ്ഞ കവിത എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് അറിയുമെങ്കിൽ അത് എഴുതാം, അല്ലെങ്കിൽ അത് എഴുതേണ്ട ആവശ്യം. ആദാ മിൻ മൻലൂമത്തി നിറങ്ങാണ്ട് കവിതൻ്റെ പേര് എഴുതാ. എന്നിട്ട് എഴുതണം വഹിയ അല്ലേ, വഹിയ മൻലൂമത്തുൻ, മൻലൂമത്തുൻ ജമീലത്തുൻ തന്നെ എഴുതാം അല്ലേ. അത് വളരെ നല്ല ഭംഗിയുള്ളൊരു കവിതയാണ് എഴുതാം. ഇനിയോ കത്തബഹ, കത്തബഹ എന്ന് എഴുതച്ചാൽ അത് എഴുതിയ ആൾ, കത്തബഹ അത് എഴുതിയിട്ടുള്ളത്. ഈ കവിത എഴുതിയ ആളെ പേര് മുതൽ ഹാഫിദ് ഇബ്രാഹിമാണ്. അത് അറിയുമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ എഴുതേണ്ട ആവശ്യമില്ല. കവിയുടെ പേര് എഴുതാം അറിയുമെങ്കിൽ കേട്ടോ. ഇനി അതൊന്നും എഴുതിയില്ലെന്ന് വെച്ചാൽ നേരെ നമുക്ക് എഴുതാന്ന് വെച്ചാൽ, ഇതൊന്നും എഴുതാൻ അറിയില്ലെങ്കിൽ വഹുവ, അദ്ദേഹം, വഹുവ വഹുവ ഷായിറുൻ, വഹുവ ഷായിറുൻ മഷ്ഹൂറുൻ, അദ്ദേഹം പ്രസിദ്ധനായിട്ടുള്ള ഒരു കവിയാണ്. ഇതാ അദ്ദേഹം വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു കവിയാണ്. ഇനി യഖൂലു, യഖൂലു പറയുന്നു, യഖൂലു പറയുന്നു, അഷായിറു കവി, യഖൂലു അഷായിറു ഫി ഹാദിഹി അസുതൂർ. ഈ വരികളിലൂടെ കവി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം, തന്നിട്ടുള്ള അല്ലേ, തന്നിട്ടുള്ള കവിത വരികൾ, ഈ തന്നിട്ടുള്ള കവിതയുടെ വരികൾ എഴുതാം. ഇനി അതെല്ലാം നിങ്ങൾ ഇതിൻ്റെ മീനിങ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്ത് എഴുതാം. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ ഏത് കവിതൻ്റെ ലൈന് തന്നിട്ടും ഫിക്റത്തുൽ മർക്കസി എഴുതാൻ പറഞ്ഞാൽ ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി. കവിതൻ്റെ പേര്, കവിൻ്റെ പേരാണ് ഇവിടെ ഫില്ല് ചെയ്യാനുള്ളൂ. അതറിയില്ലെങ്കിൽ അത് എഴുതണമെന്നില്ല. ബാക്കി ഇതേപോലെ നിങ്ങൾ എടുത്ത് എഴുതിയിട്ട് ഇവിടെ കവിതൻ്റെ വരി എടുത്ത് എഴുതിയാൽ എന്തായി, ഫിക്റത്തുൽ മർക്കസിയ എന്നുള്ള ഹെഡിങ് ആയി. നിങ്ങൾ എഴുതിയൊരു 3-4 ലൈൻ ഉണ്ടാവും. ഇത് 4 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതിൽ 4 നിങ്ങൾക്ക് എന്ത് ചെയ്യും, 4 നിങ്ങൾക്ക് അതിൽ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഇനി ഫിക്റത്തുൽ മർക്കസിയ ചോദിച്ചാലും റിസാലത്തുൽ മർക്കസിയ ചോദിച്ചാലും ഏത് കവിതയെ കുറിച്ച് ചോദിച്ചാലും ഇതിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അസ്സലാമു അലൈക്കും.